പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ തുടങ്ങാം. ഞാൻ അനന്തു. ഡിഗ്രി എക്സാം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വെറുതെ നിൽക്കുന്ന സമയം. ഞാനും അമ്മയും ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസം. അച്ഛൻ മോഹനൻ പിള്ള സൗദിയിലാണ്. 2 കൊല്ലം കൂടുമ്പോഴാണ് അച്ഛൻ ലീവിന് വരാറുള്ളത്. എൻ്റെ അമ്മയുടെ പേര് സിനി മോഹൻ. വീട്ടിൽ പൊടിമോളെന്ന് വിളിക്കും. ഒരു ദിവസം ഞാൻ ഉച്ചയൂണ് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാനായി കയറി കിടന്നു. പക്ഷെ ഉറക്കം വരുന്നില്ല. എങ്കിലും ഉറക്കം നടിച്ചു തന്നെ കിടന്നു. അതിന് കാരണമുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ വീട്ടിലെ സർവ്വ ജോലിയും അമ്മ എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അങ്ങനെ ഞാൻ കയറി കിടന്നപ്പോൾ അമ്മ വിളിയോടെ വിളി. ഞാൻ അനങ്ങാതെ തന്നെ അങ്ങനെ കിടന്നു. അപ്പോഴാണ് എൻ്റെ വീടിനടുത്തുള്ള പ്രമോദ് ചേട്ടൻ വെള്ളം കോരാനായിട്ട് വന്നത്. നല്ല ചൂട് സമയമായതുകൊണ്ട് ചേട്ടന്റെ കിണറ്റിൽ വെള്ളമില്ല. ഇവിടെ നിന്നാണ് വെള്ളം കോരിക്കൊണ്ടു പോകുന്നത്. പുള്ളിയുടെ സംസാരം ഞാൻ കേട്ടുകൊണ്ട് അങ്ങനെ കിടന്നു. പൊടിമോളെ, കുറച്ച് വെള്ളം എടുക്കുകയാണേ. ഓ, അതിനിപ്പോ എന്ത് ചോദിക്കാനാ പ്രമോദ് ചേട്ടാ, പോയി എടുത്തുകൂടായോ? ആ, ശരി ശരി. പ്രമോദ് ചേട്ടാ, നിങ്ങളോട് ആ ഓടൊന്ന് മാറ്റാൻ വരണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി. ഇതുവരെ എവിടെയായിരുന്നു പ്രമോദ് ചേട്ടാ? കുറച്ച് തിരക്കായിപ്പോയി, അതാ. ഞാൻ നാളെ തന്നെ വന്ന് ശരിയാക്കാം പൊടിമോളെ. ആ, എന്നാ ശരി. നോക്കിയാ ഇപ്പൊ തന്നെ നല്ല മഴക്കോളൊക്കെ ഉണ്ട്. നാളെ വരണേ, മറക്കല്ലേ. ഇതിന്റെ ഇടയ്ക്ക് അമ്മ ഞാൻ ശരിക്കും ഉറങ്ങുവാണോ എന്ന് വന്നൊന്ന് നോക്കി. ഞാനൊന്നും അറിയാത്തതുപോലെ അവിടെ തന്നെ കിടന്നു. അമ്മ മുൻവാതിൽ അടച്ചിട്ട് പിന്നിലേക്ക് പോയി. അവിടെ നിന്നാണ് പുള്ളി വെള്ളം കോരുന്നത്. ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ ചോദിച്ചു. ഓ, എന്തു പറയാനാ. നടുവിനായതുകൊണ്ട് ഒരുപാട് നേരം നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ കുഴമ്പും തൈലും ഒക്കെ തേക്കുന്നത് കൊണ്ട് ഒരുവിധമൊക്കെ കുറവുണ്ട്. അല്ലാതെ എന്തു പറയാനാ. എന്ത് ചെയ്യാനാ. എങ്ങനെ നടന്നതാ. ഞാൻ ഇവിടെ വന്ന് കയറുമ്പം ചേച്ചിയായിരുന്നു ഇവിടുത്തെ എല്ലാമല്ല. ശരിയാ. അല്ല പൊടിമോളെ, മോഹനം വന്നിട്ട് കുറച്ചു നാളായല്ലോ. ലീവൊന്നും ഇല്ലേ? ഓ, എന്തു പറയാനാ ചേട്ടാ. കാശ് കാശ് എന്ന ഒറ്റ വിചാരമേ അങ്ങേർക്കുള്ളൂ. ഇവിടെ ഞാനും ഒരു ചെറുക്കനും ഒറ്റയ്ക്കാണെന്ന ഒരു വിചാരവും അങ്ങേർക്കില്ല. ഒരു പെണ്ണിന്റെ വിഷമം ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. എനിക്കാണെ ഒരു പെണ്ണിന് കിട്ടേണ്ട സുഖവും സന്തോഷവും കിട്ടാതെ സഹിച്ച് ജീവിക്കുക ഞാൻ. പൊടിമോളെ, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, പ്രമോദ് ചേട്ടൻ പറഞ്ഞു. എന്താ ചേട്ടാ, ചേട്ടൻ പറ. പൊടിമോൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്താൻ മേലായിരുന്നോ? ആരറിയാനാ. ഓ, പലവട്ടം അതൊക്കെ ആലോചിച്ച്. പിന്നെ ആരേലും അറിഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ചേട്ടാ? അമ്മ പറഞ്ഞു. അത് ശരി. അപ്പൊ ആളെ കിട്ടിയാ കൊള്ളാം എന്ന് ഇല്ലേ? ചേട്ടനായതുകൊണ്ട് പറയാമല്ലോ. എനിക്ക് ശകലമൊക്കെ താല്പര്യമുണ്ട്. അമ്മ പറഞ്ഞു നിർത്തിയതും പുള്ളിക്കാരൻ കണ്ണുകൊണ്ട് അമ്മയെ അടിമുടി ഒഴിയുന്നത് കണ്ടു. അത് അമ്മ കണ്ടു. അമ്മയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ അമ്മ വേറെ എവിടെയോ നോക്കി നിൽക്കുന്നു. ഇടം കണ്ണിട്ട് പ്രമോദ് ചേട്ടനെ ഒന്ന് നോക്കി. പിന്നെ എന്തോ ഒരു അനക്കം കേട്ടപ്പം അമ്മ അങ്ങ് നോട്ടം മാറ്റി. ഇവർ അറിയാതെ ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. പ്രമോദ് ചേട്ടൻ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോയിട്ട് വീണ്ടും വന്നു. ഇപ്പോഴും അമ്മ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ചേട്ടന്റെ നോട്ടം അമ്മ നല്ലപോലെ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ നോക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ പുള്ളിക്കാരന് സംസാരിക്കാൻ ഒരു സുഖം. അല്ല, അവനെന്തിയേ, കണ്ടില്ലല്ലോ? പ്രമോദ് ചേട്ടൻ ചോദിച്ചു. ഓ, അവനോ? അവനിവിടെ ഉണ്ട്. പരീക്ഷയൊക്കെ അല്ലായിരുന്നോ? പരീക്ഷ കഴിഞ്ഞ് അവധി കിട്ടിയപ്പോൾ ഊരാ ഉറക്കവാ. ഞാൻ ചെന്ന് വിളിച്ചാൽ എന്നെ കടിച്ചു കീറാൻ വരും. ആ, ഇനി എപ്പോ എണീക്കും അവൻ? പ്രമോദ് ചേട്ടൻ വീണ്ടും ചോദിച്ചു. ഓ, അതോ, അതിനി ഒരു 7 മണിയൊക്കെ ആവും. പ്രമോദ് ചേട്ടൻ ചുറ്റും ഒന്ന് നോക്കി, ആരെങ്കിലും ഉണ്ടോ എന്ന്. എന്നിട്ട് അമ്മയെ ഒന്ന് നോക്കി. പൊടിമോളെ, കുറച്ച് വെള്ളം കുടിക്കാൻ തരാൻ പറ്റുമോ? അതിനെന്താ, ചേട്ടൻ നില്ല്, ഇപ്പൊ എടുത്തുകൊണ്ട് വരാം. പ്രമോദ് ചേട്ടൻ ഏതാണ്ട് ലോട്ടറി അടിച്ച സന്തോഷത്തിൽ അമ്മയുടെ കൂടെ മുറിക്കകത്തേക്ക് കയറി. അന്നേരവും ചുറ്റിനും ഒന്ന് നോക്കാൻ പുള്ളി മറന്നില്ല. വർക്കേരിയയിൽ കിടന്ന ബെഞ്ചിൽ പ്രമോദ് ചേട്ടൻ ചെന്നിരുന്നു. ഇന്നാ ചേട്ടാ, ഉച്ചയ്ക്ക് കലക്കിയ മോരും വെള്ളവാ. ആണോ? എത്ര നാളായി കുറച്ച് മോരും വെള്ളം കുടിച്ചിട്ട്. അവൾക്ക് വയ്യാതായതിൽ പിന്നെ ഒന്നിനോടും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എവിടുന്നെങ്കിലും ആരെങ്കിലും തന്നാ കുടിക്കും, അത്രയൊക്കെ ഉള്ളൂ. ആഹാ, അപ്പം വെറുതെ ആരാലും ആണോ ഞാൻ? അയ്യോ പൊടിമോളെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ചേട്ടാ. ഇതങ്ങ് കുടിക്ക്. ചേച്ചിയുടെ അത്രയും വരുമോന്നറിയത്തില്ല കേട്ടോ. കൊള്ളാം, സൂപ്പർ മോരും വെള്ളം പൊടിമോളെ.
പൊടിമോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ഉള്ളിയൊക്കെ നല്ലപോലെ ചതച്ചിട്ടിരുന്നെങ്കിൽ ഒരു പ്രത്യേക രുചി കിട്ടിയേനെ. പ്രമോദിയേട്ടൻ അമ്മയുടെ മുന്നിൽ നോക്കി ഒരർത്ഥം വെച്ചാണ് അത് പറഞ്ഞത്. അമ്മയാണെങ്കിൽ മാറിലിട്ടിരുന്ന തോർത്തെടുത്ത് നേരെ നേരെ ഇട്ടു. വേണ്ടവര് നല്ലപോലെ ഉടച്ചു കുടിച്ചാ മതി, അല്ലാതെ വെറുതെ ഉടച്ചിട്ട് എന്തെന്തിനാ? ആര് കുടിക്കാനാ? കുടിക്കുമ്പം നല്ലപോലെ ഉടച്ചു കുടിക്കുമ്പോഴാ ഒരു രസം, അമ്മ പറഞ്ഞു. ഇതുപോലെ എരിവും പുളിയും ഉണ്ട് ആൾക്കാർ ക്യൂ നിൽക്കും പൊടിമോളെ. ഒന്ന് പോ ചേട്ടാ വെറുതെ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അല്ല പൊടിമോൾക്ക് ഇപ്പം എത്ര വയസ്സായി? എത്ര കാണും പ്രമോദിയേട്ടൻ എന്ന് പറഞ്ഞേ? ഒരു 38. ആഹാ, എന്നെ കണ്ട അത്രേ തോന്നുള്ളോ? അതെ, അതിലും കൂടുതലുണ്ടോ? പിന്നെ 44 വയസ്സ് കഴിഞ്ഞെനിക്ക്. ഓ, ഒന്ന് പോ മോളെ, കള്ളം പറയല്ലേ. അല്ല ചേട്ടാ, കാര്യം പറഞ്ഞതാ. സത്യം പറഞ്ഞ പൊടിമോളെ കണ്ടാ പറയത്തില്ല. കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതിനേക്കാളും ഇപ്പോൾ നല്ല സൗന്ദര്യമൊക്കെ ആയി. മതി മതി, സൂപ്പിച്ചത് മതി. ഇനി പറഞ്ഞാൽ ഞാൻ എന്റെ കെട്ടിയനെ ഉപേക്ഷിച്ച് വേണമെങ്കിൽ ചേട്ടന്റെ കൂടെ ഇങ്ങ് പോരും. അതൊക്കെ പൊടിമോടെ ഇഷ്ടം, പ്രമോദ് ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യടാ, ഉള്ളിൽ അങ്ങനെ ഒരു മോഹമൊക്കെ ഉണ്ടല്ലേ. കുറെ കാലമായി ഇതുപോലെ തുറന്ന് സംസാരിച്ചിട്ട്. ചേച്ചി ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കും. പൊടിമോക്ക് എപ്പോഴും സംസാരിക്കാൻ തോന്നുന്നുണ്ടോ? അപ്പൊ പറഞ്ഞാ മതി, ഞാൻ ഇവിടെ കാണും. പ്രമോദ് ചേട്ടൻ വീണ്ടും വളരെ സന്തോഷവാനായിട്ടാണ് അത് പറഞ്ഞത്. ഓഹോ, ആയിക്കോട്ടെ ചേട്ടാ, ഞാൻ ചോദിക്കുന്നുണ്ടൊന്നും തോന്നല്ലേ. എന്താ പൊടിമോളെ, ധൈര്യമായിട്ട് ചോദിക്കേ. അല്ല, ചേട്ടന്റെ ഈ ബോഡിയൊക്കെ എങ്ങനെ ഇത്രയും ഫിറ്റായി സൂക്ഷിക്കുന്നത്? ഓ അതോ, ഞാൻ ചെറുപ്പം മുതലേ പാടത്ത് പണിതും അല്ലാതുള്ള കൂലിവേലയ്ക്കും ഒക്കെ പോയി അങ്ങനെ ഉണ്ടാക്കിയതാ പൊടിമോളെ. ചാകുന്നത് വരെ ഇങ്ങനെ നിൽക്കും. എന്താ പൊടിമോക്ക് ഇഷ്ടപ്പെട്ടോ? പുള്ളിക്കാരൻ ഒരു കുസൃതി കലർത്തിയാണ് ചോദിച്ചത്. പിന്നെ പെരുത്ത് ഇഷ്ടമായി എനിക്ക്, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കണ്ണുകളിൽ നോട്ടം ഉടക്കി. രണ്ടിനും ഉള്ളിൽ കത്താൻ തുടങ്ങിയെന്ന് മനസ്സിലായി. അമ്മ പതിയെ ഒന്ന് ചിരിച്ചു. അമ്മ വേഗം എണീറ്റ് അടുക്കളയിലേക്ക് പോയി. വലിയ താമസമില്ലാതെ പുറകെ പുള്ളിയും. അമ്മയുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്നത് ഉണരാൻ അധിക സമയം എടുത്തില്ല. അമ്മ വലിയൊരു സുഖത്താൽ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി. പ്രമോദാട്ട ഒന്ന് വേഗം വേണേ. പിന്നെന്താടി മോളെ, നിന്നെ ഞാൻ ഇന്ന് ആനന്ദസാഗരത്തിൽ അടിക്കും. അമ്മയുടെ കൈ തട്ടി പുറകിലിരുന്ന പാത്രം താഴെ വീണു. രണ്ടുപേരും ഞെട്ടലോടെ പുറകിലേക്ക് മാറി. രണ്ടുപേരുടെ ഉള്ളിൽ പേടി കയറി. അമ്മ എല്ലാ പാത്രങ്ങളും എടുത്ത് നേരെ വെച്ചു. ഞാൻ ആ ചെറുക്കൻ എണീറ്റോ ഒന്ന് നോക്കട്ടെ. പാത്രത്തിന്റെ സൗണ്ട് കേട്ടിട്ട് ചിലപ്പോ അവൻ എഴുന്നേൽക്കും. എന്നിട്ട് എന്റെ മുറിയിലേക്ക് പോകാം. ശരി ശരി, വേഗം പോയി നോക്കിയിട്ട് വാ. കള്ളൻ, ഞാൻ ദേ ഇപ്പൊ വരാം. ഞാൻ വേഗം വന്ന് ഊർക്കം വലിച്ച് അതേപോലെ കിടന്നു. അമ്മ വന്ന് നോക്കിയപ്പോൾ നല്ല ഉറക്കമാണ്. അമ്മ വീണ്ടും അടുക്കളയിൽ തിരിച്ചെത്തി. അവൻ നല്ല ഉറക്കവാ. ബാ, നമുക്ക് നമ്മുടെ മുറിയിലേക്ക് പോകാം. ശരി ശരി, നീയേ ആദ്യം എന്റെ ചെരുപ്പെടുത്ത് അകത്ത് വെക്ക്, എന്നിട്ട് ആ വാതിലങ്ങ് അടയ്ക്ക്. ശരി, ഞാൻ വാതിലടച്ച് വെച്ച് എളുപ്പം വരാം. ചേട്ടൻ എന്റെ മുറിയിലേക്ക് പോയിക്കോ. മുറി അറിയാവോ? താഴത്തെ മുറിയാണേ. ആ എനിക്കറിയാം, നീ വേഗം വാ. ആ ചെല്ല്, പെട്ടെന്ന് വരാം ഞാൻ. അമ്മ വാതിലടച്ചിട്ട് നേരെ ബാത്റൂമിൽ കയറി. വലിയ താമസമില്ലാതെ തന്നെ അമ്മ പുറത്തു വന്നു. എന്നിട്ട് നേരെ മുറി ലക്ഷ്യമാക്കി അമ്മ നടന്നു.